മാർവൽ ഗോസ്റ്റ് റൈഡർ എന്ന് പറഞ്ഞ സിനിമ പേരിട്ട് എപ്പം ഒരു ന്യൂസ് വന്നാലും ആളുകൾ നെക്സ്റ്റ് ഗോസ്റ്റ് റൈഡർ ആരാണെന്ന് അറിയാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കാരണം നിക്കോളാസ് കേജിൻ്റെ ഗോസ്റ്റ് റൈഡറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഗോസ്റ്റ് റൈഡറിനെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ അധികം പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ടത് റയൻ ഗോസ്ലിങ്ങിൻ്റെ പേരാണ്. പക്ഷെ അത് കൺഫേം ഒന്നും ആയിട്ടില്ല. അതിനിടയ്ക്ക് ജെൻസൺ ആക്കിൾസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നത് അല്ലെങ്കിൽ ന്യൂസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂംസ് ഡേയിലോട്ട് മാർവൽ അടുത്ത ഒരു ഗോസ്റ്റ് റൈഡറിനെ നോക്കുന്നുണ്ട്. അത് മോസ്റ്റ് പ്രോബബിലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് റയൻ ഗോസ്ലിങ്ങിനെയാണ് നോക്കുന്നത്. ആക്ച്വലി റയൻ ഗോസ്ലിങ് ഈ പറയുന്നത് പോലെ ഗോസ്റ്റ് റൈഡറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നൈസ് ഒരു ക്യാരക്ടറായിരിക്കും. കാരണം ആ ഒരു റയൻ ഗോസ്ലിങ്ങിൻ്റെതായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അത് അത് അതങ്ങനെയാണ്. നമ്മളിപ്പോൾ കേട്ട് കേട്ട് ഇങ്ങനെ ഗോസ്റ്റ് റൈഡറായിട്ട് റയൻ ഗോസ്ലിങ് വരും വരും എന്നുള്ള ഒരു ഇതുണ്ടാവുന്നില്ല. പക്ഷേ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു സംഭവമായിരിക്കും. എന്തായാലും ഇനിയും നമ്മളെ ഇതുവരെ റിവീൽ ചെയ്യാത്ത കുറേ അധികം ക്യാരക്ടേഴ്സും റോളുകളും ഒക്കെ ഡൂംസ്ഡേയിൽ വരാനായിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വരാനുള്ളത് ഈ പറഞ്ഞ പോലെ സ്പൈഡർമാനെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം ഗോസ്റ്റ് റൈഡർ വരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റയൻ ഗോസ്ലിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഈ പറയുന്ന പോലെ ഗോസ്റ്റ് റൈഡർ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്